ഡോക്ടർ കെ.പി. യോഹന്നാൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അമേരിക്കയിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഘട്ടത്തിൽ അധികം താമസിക്കാതെ IVTയിൽ ഒരു ഫോട്ടോ പ്രസിദ്ധം ചെയ്യുകയും അദ്ദേഹം നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നു എന്ന രൂപേണ ഞാൻ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അധികം താമസിക്കാതെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും നിരവധി ഇടങ്ങളിൽ നിന്ന് ധാരാളമായ അഭിപ്രായ പ്രകടനങ്ങൾ വരികയുണ്ടായി. എന്നാൽ ഇന്നേ ദിവസം ഡോക്ടർ കെ.പിയുടെ ഭൗതിക ശരീരം അദ്ദേഹം ജനിച്ചു വളർന്ന തിരുവല്ല താലൂക്കിലെ നിരണം എന്ന സ്ഥലത്ത് കൊണ്ടുവരികയും തദനന്തരം ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം വിവിധങ്ങളായ ശുശ്രൂഷാ രീതികൾക്കൊടുവിൽ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയ ഖബറിടത്തിൽ സംസ്കരിക്കുകയും ചെയ്യും എന്ന് വാർത്തകൾ കണ്ടിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ തീർന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ തീരുകയോ ഒക്കെ ചെയ്ത സന്ദർഭമാകാം. എൻ്റെ പോസ്റ്റ് അതുപോലെ വീഡിയോയും കണ്ടിട്ട് ചില കമൻറ്റുകൾ താഴെ കണ്ടു. നെഗറ്റീവ് കമൻറ്റുകൾ പാടില്ല എന്ന് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത ആ പോസ്റ്റിന് താഴെ ഇട്ടിരുന്നു. എന്നിട്ടും ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ഇടുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വിമർശനം വേറെ, ആക്ഷേപം വേറെ. ഇതൊക്കെ ആവശ്യഘട്ടങ്ങളിൽ മനുഷ്യൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരാൾ രോഗിയായി കിടക്കുന്ന വേളയിൽ അദ്ദേഹം ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെയ്തികളും നമ്മളെ സംബന്ധിച്ചോളം ഗൗരവമല്ല. ഹിറ്റ്ലറാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നതെങ്കിലും, മുസോളിനിയാണ് കിടക്കുന്നതെങ്കിലും, ഗോഡ്സെയാണ് കിടക്കുന്നതെങ്കിലും രോഗിയാണ്. അല്ലെങ്കിൽ മരണകരമായ പ്രതിസന്ധിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ മനുഷ്യത്വം എന്ന ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് വേണം കാണാൻ. അവരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ട്രീറ്റ് ചെയ്ത അനന്തരം അല്ലെങ്കിൽ മാനസിക പരിഗണന കൊടുത്ത അനന്തരം അവരെക്കുറിച്ച് ഒരു അവലോകനം നടത്തേണ്ടി വന്നാൽ തീർച്ചയായും നിങ്ങളുടെ വിയോജിപ്പുകൾ പറയാൻ മടിക്കണ്ട. ഞാൻ ഡോക്ടർ കെ.പിയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം നടത്തുവാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. മലയാളിയായ ഏതൊരാൾക്കും 80കളിൽ ഏറെ ആവേശം പകർന്ന ഡോക്ടർ കെ.പിയുടെ റേഡിയോ പ്രഭാഷണങ്ങൾ, അതിലൂടെയാണ് ഏറ്റവും അധികം ആളുകൾ കേരളക്കരയിൽ സുവിശേഷം കേട്ടത്. വളരെ ലളിതമായ ഒരു പ്രസംഗം, ചെറിയൊരു സന്ദേശം. ആ സന്ദേശത്തിലൊരു ഗുണപാഠമുണ്ടാകാം. അദ്ദേഹം ആരെങ്കിലും അദ്ദേഹത്തിന് അയച്ചൊരു കത്ത് വായിക്കുന്ന ഏർപ്പാടുണ്ട്. അതിനു ശേഷം പ്രാർത്ഥിക്കുന്നു. നല്ല ആശ്വാസദായകമായ ഗാനങ്ങൾ കേൾക്കുന്നു. ഇത് ഒരു നിരന്തര പ്രക്രിയയാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും മഹത്തരമായ സേവനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ആ റേഡിയോ പ്രഭാഷണമാണ്. മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ വിജയപ്രദമായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം തന്നെ വായിച്ചിട്ടുള്ളവയാണോ എന്ന് പോലും അറിയില്ല. കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമൊന്നും അദ്ദേഹം എഴുതിയതല്ല. മാത്യു വാലത്തുങ്കലോ അതല്ലെങ്കിൽ PS ചെറിയാനോ അതുപോലെ ബഹുമാനായ E.J. ജോസ് തിരുവല്ല, ഇവരൊക്കെയാണ് വാസ്തവത്തിൽ ഈ ഡോക്ടർ കെ.പി. യോഹന്നാൻ്റേത് എന്ന പേരിൽ വരുന്ന ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ ശില്പികളെന്ന് ഈ തിരുവല്ലയിലെ മാധ്യമപ്രവർത്തനം നടത്തിയ ഒരാളെന്നുള്ള നിലയിൽ അനായാസന മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കെ.പിയുടെ ശൈലിയിൽ ഇവരെഴുതി വിട്ട പുസ്തകങ്ങളിൽ ഡോക്ടർ കെ.പി. യോഹന്നാൻ എന്നൊരു പേര് കാണും. അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ ശ്രദ്ധേയമായൊരു വായനയ്ക്ക് പറ്റിയതോ അത് പണ്ഡിതോചിതമോ അതിനും പണ്ഡിതോചിതമോ അല്ലെങ്കിൽ ഡിവോഷണലോ എന്നൊന്നും പറയത്തക്ക ഗ്രാവിറ്റിയുള്ള പുസ്തകങ്ങളില്ല. മറ്റൊന്ന്, അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ചില ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റവും വളരെ നല്ല ഐഡിയകളോടെയാണ് അത് തുടങ്ങിയ ഒന്നായിരുന്നു തിരുവല്ലയിലുണ്ടാകുന്നത്. അവിടെ ATAയുടെയും സെറാംപൂരിൻ്റെയും ATAയുടെ അഫിലിയേഷനും ATA അക്രഡിറ്റേഷനും സെറാംപൂർ അഫിലിയേഷനും ഒരേ സമയത്ത് ആ സ്ഥാപനത്തിനുണ്ടായിരുന്നു. ആ വ്യത്യസ്തത കൊണ്ടൊക്കെ ധാരാളം പേര് അതിൽ ആകർഷിക്കപ്പെട്ടു. നല്ല ഫാക്കൽറ്റി,
നല്ല ലൈബ്രറി ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ KP ഈ സെറാംപൂർ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെട്ട ഒരു ഓണറ്റി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കിട്ടാതെ പോവുകയും തദനന്തരം അദ്ദേഹം ഇവരുടെ അഫിലിയേഷൻ തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആ സ്ഥാപനം സ്വതന്ത്രമായൊരു നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. മറ്റൊന്ന്, അദ്ദേഹം ചെയ്തു വന്ന മറ്റ് പലതരം മിനിസ്ട്രികളെ എടുത്തു പഠിച്ചാൽ അവിടെയെല്ലാം അദ്ദേഹം ഒരു നിശ്ചിത ഘട്ടം ഒരു കാര്യം ചെയ്യും, പിന്നെ അതങ്ങ് ഉപേക്ഷിച്ച് കളയും. ആത്മീയാത്ര ചാനലായിരുന്നു മറ്റൊന്ന്. ഈ ആത്മീയാത്ര ചാനൽ തുടങ്ങുന്ന സമയത്തുള്ള വലിയ കുറേ പബ്ലിസിറ്റി ഉണ്ട്. അത് നോൺ സ്റ്റോപ്പായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ വീഡിയോകൾ കൂടുതൽ സജ്ജീകരിക്കുകയാണ്, ഭയങ്കര റെക്കോർഡിങ് നടത്തുകയാണ്. ഞാനപ്പോഴേ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞു, ചെയ്യുന്നത് ഡോക്ടർ KP ആണെങ്കിൽ അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിനൊരു താല്പര്യം തോന്നുന്നു, അത് ചെയ്യുന്നു, കുറേ കഴിഞ്ഞ് അത് അടച്ചു കൂട്ടുന്നു, അടുത്തൊരു കാര്യം ചെയ്യുന്നു. അത് അസ്ഥിരതയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥായി സ്വഭാവം, അസ്ഥിരത. ആ അസ്ഥിരത അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങനെ നിഴലിച്ചു കണ്ടു. അതിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ ബിലീവേഴ്സ് ചർച്ചിൻ്റെ തുടക്കം. ഈ ബിലീവേഴ്സ് ചർച്ച് തുടങ്ങുമ്പോൾ അദ്ദേഹം മനോരമയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഡോക്ടർ KP പറഞ്ഞത്, ഇന്ന് ക്രൈസ്തവ സഭകളെല്ലാം ഭിന്നിച്ച് നിൽക്കുന്ന ഈ സഭകൾ ഒരുമിച്ച് പോകും. അങ്ങനെ ഒരുമിച്ച് പോകാൻ വേണ്ടി എക്യുമെനിക്കൽ സഭകൾ, അതായത് പൗരോഹിത്യം അംഗീകരിക്കുന്ന എപ്പിസ്കോപ്പൽ സഭ, എപ്പിസ്കോപ്പൽ സഭകൾക്കും പെന്തക്കോസ്തൽ സഭകൾക്കും ഇടയിൽ ഉള്ള ആ അകലം മാറ്റിക്കൊണ്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു പാലം ഇടുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പാലമൊക്കെ ഇടാൻ ശ്രമിച്ചു, പക്ഷേ ആ പാലമൊന്നും ഫലവത്തായില്ല. അതിൻ്റെ കാരണം പെന്തക്കോസ്തൽ സഭകൾക്ക് അങ്ങനെ ഒരു ബന്ധം ആവശ്യമുണ്ടെങ്കിൽ KP യോഹന്നാനെ പോലെ ഒരു ഇടനിലക്കാരനെ ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പാലമിട്ടാലും എപ്പിസ്കോപ്പൽ സഭകൾക്ക് പെന്തക്കോസ്ത് സഭയായിട്ട് സഹകരിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം പെന്തക്കോസ്ത് സഭകളിലേക്ക് ആൾ വന്നതല്ല, എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നാണ്. അപ്പോൾ തങ്ങളുടെ ആളുകളെ കൊണ്ടുപോകുന്ന പെന്തക്കോസ്ത് സഭയിലേക്ക് പാലമിട്ടാൽ അത് ഗുണം ചെയ്യില്ല എന്നറിയാം. ഒന്നുമല്ലാത്തൊരു നിലയിലായി പോവുകയും അവർ ആദ്യകാലങ്ങളിൽ പറഞ്ഞത് ഈ കുപ്പായം ധരിച്ച അല്ലെങ്കിൽ എപ്പിസ്കോപ്പസിയുള്ള ഒരു പെന്തക്കോസ്ത് സഭ ഇതായിരുന്നു. എന്നാൽ ക്രമേണ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ രീതികൾ അതിൽ ആവിഷ്കരിച്ചു. ചുരുക്കത്തിൽ എപ്പിസ്കോപ്പൽ സഭ ഇവിടെ തനതായ എല്ലാ രീതികളിലേക്കും അത് മാറി. ശിശുസ്നാനമടക്കം മറ്റു തര കാര്യങ്ങൾ ഒടുക്കം ഇവരുടെ വിഗ്രഹാരാധന പോലും അതിലുണ്ടായി, ബിംബങ്ങളെ ഉണ്ടാക്കുന്ന. പെന്തക്കോസ്ത് സഭകൾക്കൊന്നും അതൊരിക്കലും സ്വീകാര്യമായ കാര്യമല്ല. ആ രൂപത്തിലേക്ക് വരെ അത് മാറിപ്പോയി. തികഞ്ഞ ഒരു എപ്പിസ്കോപ്പൽ ശൈലിയിലേക്ക് അത് മാറിപ്പോയി. ചിലരെങ്കിലും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ KP യോഹന്നാൻ്റെ സഭ ഉപദേശം കൊണ്ടൊരു പെന്തക്കോസ്ത് സഭയാണെന്നാണ്. ഒരിക്കലും അല്ല, അത് തികഞ്ഞ എപ്പിസ്കോപ്പൽ സ്വഭാവമുള്ളത് തന്നെയാണ്. എന്നാൽ അത് എന്തുകൊണ്ടാണ് വിജയിക്കാതെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും. അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറമെ പല രാജ്യങ്ങളിലൊക്കെ പ്രവർത്തനമുണ്ട്, അത് വിജയിച്ചില്ലേ? ഒരളവ് വരെ അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് കാര്യമായ സ്വാധീനം പലയിടങ്ങളിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല ചർച്ചകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ മണിപ്പൂരിലെ ഒരു ബിഷപ്പ് തന്നെ എൻ്റെ സ്നേഹിതനാണ്, റവറൻഡ് ബിഷപ്പ് അജോയ് തുളസിയാരി, എൻ്റെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ഇവിടെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ അത് വേണ്ടത്ര വിജയിക്കാതെ പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഈ കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി കൂടുതൽ സിവിലൈസ്ഡാണ്. ഈ ഇന്ത്യക്ക് മറ്റ് കേരളത്തിന് പുറത്തുള്ള ഇടം പോലെയല്ല. അവർക്കിപ്പോൾ KP യോഹന്നാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജിയോട് പ്രത്യേകിച്ച് ചിന്തിച്ചു പോകാൻ അതിൽ പുതുമകളൊന്നുമില്ല. മർത്തോമ സഭ വിട്ട ഒരാൾ എന്തിനാണ് ബിലീവേഴ്സിൽ ചേരുന്നത്? കാത്തലിക് ചർച്ച് വിട്ട് എന്തിനാണ് അതിൽ ചേരുന്നത്? ഇനി ഹൈന്ദവ പശ്ചാത്തലം വിട്ടോ ഇസ്ലാമിൽ നിന്നോ ഒരു വലിയ ഒഴുക്കുണ്ടായിട്ട് അത് വന്ന് ബിലീവേഴ്സ് ചർച്ചിൽ ചേരേണ്ട കാര്യമില്ല. തങ്കു ബ്രദർ പിടിച്ച അത്രയും പോലും ആളുകളെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക വിധത്തിലെ ഒരു സംവിധാനവും ഡോക്ടർ KPക്കില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെടുവാനുള്ള ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തിപ്പെട്ടിരുന്ന ഒരു കാലത്ത് IPC സഭയിലെ ഒരു പ്രാഥമിക അംഗമായി, നിരണം സഭയുടെ അംഗമായിരിക്കുന്ന വേളയിൽ അദ്ദേഹം താല്പര്യപ്പെട്ടു IPCയുടെ ഒരു നേതൃസ്ഥാനത്ത് വരാൻ, പ്രസിഡൻ്റാകാൻ ആഗ്രഹിച്ചു. അത് അവിടുത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം അതത്ര എളുപ്പമായിരുന്നില്ല. ഡോക്ടർ KPക്ക് പെട്ടെന്ന് ഒന്ന് പ്രസിഡൻ്റാകാൻ കഴിയത്തില്ല. കാരണം അതിൻ്റെ സീനിയോറിറ്റി ഉണ്ട്, പാസ്റ്ററായിട്ട് ഓർഡൈൻഡ് ആകണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈ സാങ്കേതികത്വത്തിലൂന്നി അദ്ദേഹത്തിന് മത്സരിക്കാനാവാത്തൊരു പരിസ്ഥിതി വരുമ്പോഴാണ് ഈ ചർച്ച് എന്ന ആശയം സ്വന്തമായിട്ടുണ്ടാക്കുകയും അതിലൂടെ ഒരു വ്യത്യസ്തത ഇങ്ങനെ പരീക്ഷിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകൾ ഇങ്ങനെ കുറേ നാൾ കുപ്പായമൊക്കെ ഇട്ട് നിന്നു. കുറേ ആളുകൾ ഈ സ്ഥിരത ഇല്ലാത്തൊരു കാഴ്ച കണ്ട് അവരവരുടെ വഴിയിലേക്ക് മാറിപ്പോയി. ഞാനന്ന് നിരീക്ഷിച്ചിരുന്നു, എൻ്റെ ലേഖനങ്ങൾ എഴുതിയിരുന്നു.
ബിലീവേഴ്സ് ചർച്ച് ഒരു തികഞ്ഞ പരാജയമായിരിക്കും. കാരണം ഒന്നാമത് KPയുടെ കാഴ്ചപ്പാടുകളിലെ ഇൻകൺസിസ്റ്റൻസി, അത് തന്നെയാണ് കാര്യം. ഇപ്പോൾ എന്തിനാണ് ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ ആ പ്രസ്ഥാനം നേരിടാൻ പോകുന്നത് ഒരു ശിഥിലീകരണമാണ്. കാരണം ആ പ്രസ്ഥാനം ഇതൊക്കെ പറയുമ്പോഴും ഡോക്ടർ KPക്കുള്ള ഒരു ഗുണം എന്നത് അദ്ദേഹത്തിൻ്റെ വരവ് ചിലവ് കണക്കുകളെല്ലാം സമൂഹമധ്യം ഏറ്റവും കൃത്യതയോടെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു മുട്ടുസൂചി വാങ്ങിയാൽ പോലും അതിൻ്റെ കണക്ക് കൃത്യമായി സത്യസന്ധമായി തന്നെ ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അതായിരുന്നു ആദ്യ കാലങ്ങളിൽ. എന്നാൽ പിന്നീട് ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് കുറേ രാഷ്ട്രീയ കക്ഷികളിലെ വലിയ ലോക്കൽ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെ ആയി പ്രവർത്തിച്ചിരുന്ന കുറേ ആളുകൾ, കുറേ സഖാക്കളും മറ്റു ചില ആളുകളും അല്ല ഇതിൻ്റെ ഭാഗമായി. അവർ വന്നിട്ട് ഈ സ്ഥാപനത്തെ മുഴുവൻ പ്രത്യേക ഒരു നിലയിലേക്ക് എത്തിക്കുകയും ഡോക്ടർ KPയെ ചതിക്കത്തക്ക വിധം പണം കാറിൻ്റെ ഡിക്കിയിൽ വെക്കുകയും 13 കോടിയോളം രൂപ അവിടെ നിന്ന് സർക്കാർ കണ്ടുകെട്ടുകയും, ഏതെങ്കിലും ബോധമുള്ളവൻ കാറിൻ്റെ ഡിക്കി 13 കോടി രൂപ ഇങ്ങനെയൊക്കെ വെക്കാമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. അത് അദ്ദേഹത്തിന് ഒത്തിരി വിഷമതയുണ്ടാക്കി, ഒത്തിരി പ്രയാസങ്ങളുണ്ടാക്കി. അദ്ദേഹത്തെ അതുവരെ കെട്ടിപ്പടുത്തുയർത്തിയ ആ സാമ്പത്തികപരമായ തെറ്റില്ലായ്മയുടെ ഇമേജ് നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള സ്ഥിതി വന്നു. ഇതേ ഘട്ടത്തിൽ അമേരിക്കയിലും സമാനമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഒട്ടേറെ മാനസിക പ്രയാസങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വിശ്വസ്തരായ കൂട്ടാളികളും സഹപ്രവർത്തകരും ഒക്കെ വളരെ കുറവായിരുന്നു. ഇനി അതിൻ്റെ ഒരു പരിണിതഫലമായിട്ട് ഇത് മക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ഇതിലുണ്ടെങ്കിലും ഈ സ്ഥാപനം ഇതേ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക അത്ര എളുപ്പമല്ല. കാരണം ഡോക്ടർ KPയെ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിനുള്ള ഒരു കരിസ്മ, അദ്ദേഹത്തിനുള്ള ഒരു ആധികാരികത, അത് താഴെത്തട്ടിലേക്ക് വരെ ഒരുപോലെ ആജ്ഞ ഇട്ടാൽ താഴെ വരെ അനുസരിക്കത്തക്ക വിധത്തിലുള്ള ആ ഹൈറാർക്കിൽ സിസ്റ്റം, അതൊന്നും ഇനി അങ്ങനെ ഫലപ്രദമാകാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ ഈ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടി ഇവർക്ക് ഡോക്ടർ KPക്ക് പോലും അറിയാത്ത, അവരുടെ മക്കൾക്കറിയാത്ത വിധത്തിൽ പലയിടത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം അതാത് ആളുകൾ അവരുടെ ചെറിയ ചെറിയ സാമ്രാജ്യങ്ങളാക്കി മാറ്റി, അല്ലെങ്കിൽ അത് കാലകരണപ്പെട്ട് അങ്ങനെ നശിക്കാനാണ് സാധ്യത. ഒന്നാമത്തെ കാര്യം ബിലീവേഴ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ അംഗസംഖ്യ തീരെ കുറവാണ്. പുതുതായി അംഗസംഖ്യകളുണ്ടായി ഈ പ്രസ്ഥാനം കേരളത്തിൽ വളർച്ച കൈവരിക്കാനും പാടാണ്. ഒന്നാമത്തെ കാര്യം, ഇനിയൊരു എപ്പിസ്കോപ്പൽ സഭയ്ക്ക് യാതൊരു സ്കോപ്പും ഇവിടെ ഇല്ല, പെന്തക്കോസ്ത് സഭയ്ക്കും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ട് ഇവിടെ, അതാണ് ആവശ്യത്തിലധികമുണ്ട്. പുതുതായി ഒന്നും ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾക്കിപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പിസ്കോപ്പസി ഉള്ള ഒരു പ്രസ്ഥാനം സ്വീകരിക്കേണ്ടി വന്നാൽ അതിന് മാർത്തോമാ സഭയുണ്ട്, CSI ഉണ്ട്, അല്ലെങ്കിൽ യാക്കോബേ ഓർത്തഡോക്സും ഒക്കെ തന്നെ ഉണ്ട്. അതിൻ്റെ പള്ളികൾ വളരെ ഇതായിട്ട് കിടക്കുകയാണ്. മാത്രമല്ല ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത അത് ആ സഭയുടേതാണ്. ഉദാഹരണം, മർത്തോമയുടെ ഒരു കോളേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനം അത് മർത്തോമയുടേതാണ്. എന്നാൽ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ഒരു സിംഗിൾ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്. ഇത് വിശ്വാസികളിൽ സഭാപരമായ ഒരു ഐക്യതയ്ക്കോ സഭാപരമായൊരു ബോധ്യത്തിനോ ഒന്നും അവസരമുണ്ടാക്കിയില്ല. ഇത്യാദി പ്രശ്നങ്ങളുടെ നടുവിൽ അതിൽ ചെന്ന് പെട്ടുപോയ അതിലൊക്കെ പ്രവർത്തകരായോ ഒക്കെ ഇരുന്ന ആളുകൾ ഒരു അസ്ഥിരമായ പ്രയാസങ്ങളെ, അല്ലെങ്കിൽ ആ ഇൻകൺസിസ്റ്റൻസി, അത് തന്നെ വീണ്ടും പറയട്ടെ, ആ ഒരു പ്രതിസന്ധി അനുഭവിക്കാനിടയുണ്ട്. എന്നാൽ ഇതിൻ്റെ കുറേ ടോപ്പ് ലീഡേഴ്സായി നിൽക്കുന്ന കുറേ പേര്, ഒരു 10 100 പേര്, 100 പേര് വരില്ല, ഒരു 50 പേര് ഇതിനെക്കൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നരോ അതിസമ്പന്നരോ ഒക്കെ ആയിട്ട് തങ്ങളുടെ തട്ടകത്തിൽ തുടരും. അങ്ങനെ ബാക്കി അതിൽ ചെന്ന് പെട്ടുപോയ വിശ്വാസികളും അല്ലെങ്കിൽ അതിൻ്റെ അച്ഛന്മാരും ഒക്കെ തന്നെ പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകാനാണ് സാധ്യത. കാരണം പുതുതായി വിശ്വാസികൾ വരുന്നില്ല, ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു പരിസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ ഡോക്ടർ KP എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ ഞാൻ രണ്ടായി തിരിക്കുന്നു. ഒന്ന്, അദ്ദേഹം എപ്പിസ്കോപ്പസി സ്വീകരിക്കുന്ന വരെയുള്ള ഡോക്ടർ KP യോഹന്നാൻ. 2, അതിനുശേഷമുള്ള ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ പേരിന് കുറേ വിശേഷണങ്ങളുമൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തെ ചെറുതായി കണ്ടതുകൊണ്ടുമല്ല. ഏതായാലും പറഞ്ഞു വന്നത്, അതുവരെയുള്ള KP യോഹന്നാനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും ബഹുമാനമായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ഇടുന്ന ആളുകൾ ആ കാര്യമാണ് അനുസ്മരിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. ഉദാഹരണം, ഡോക്ടർ KPയെക്കുറിച്ച് പറയുന്ന എല്ലാത്തരം കമൻറ്റിലും അദ്ദേഹത്തിൻ്റെ റേഡിയോ പ്രഭാഷണമോ അന്നത്തെ കാര്യവും അല്ലാതെ അദ്ദേഹം ബിഷപ്പായ ശേഷമുള്ള ഏതെങ്കിലും മേന്മകളെ ഫേസ്ബുക്കിലൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ രണ്ടാം ഘട്ടം എപ്പിസ്കോപ്പസി സ്വീകരിച്ചതല്ല പ്രശ്നം, മറിച്ച് ആ എപ്പിസ്കോപ്പസിയിലൂടെ അദ്ദേഹം വീണ്ടും മാറി. സാധാരണ എപ്പിസ്കോപ്പൽ സഭകൾ നവീകരിച്ച് ഒട്ടേറെ വ്യത്യസ്തതകൾ തിരഞ്ഞ് മുമ്പോട്ട് വരികയാണ്. അദ്ദേഹം കുറേ കൂടി കാലത്തെ പിന്നോട്ടടിച്ചു, കുറേ കൂടി കാലത്തെ ദുർഗ്രഹമായ, ആർക്കും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു നിഗൂഢതയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ട് വിട വാങ്ങുകയും ഒപ്പം
അദ്ദേഹത്തിന് മാന്യവും ആദരവേറിയുമായ ഒരു ശവസംസ്കാരം കൂടി നടത്തുന്ന ഘട്ടത്തിൽ ഡോക്ടർ KP എന്ന മനുഷ്യൻ്റെ പൂർവിക സേവനങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. രണ്ടാം ഘട്ടം, അദ്ദേഹത്തിന് പിണഞ്ഞ അബദ്ധം ഗുരുതരമായിരുന്നു. ആ അബദ്ധം തിരുത്തിക്കൊണ്ട് അതിനുള്ളിലെ സഹോദരങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വഴി, നിങ്ങൾക്ക് എപ്പിസ്കോപ്പസിയാണോ താല്പര്യം, അങ്ങനെയുള്ള അച്ചടക്കമുള്ള അല്ലെങ്കിൽ അത്തരം ഹൈറാർക്കലായ ഒരു ജീവിത ചിട്ടയാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ മാർത്തോമ സഭയോ CSI സഭകളൊക്കെ ഉണ്ട്. അതാണ് മഹത്തരം, അതാണ് ശ്രേഷ്ഠകരം. അതല്ല, നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ കുറെ കൂടി വ്യത്യസ്തമായി കരിസ്മാറ്റിക്കായ അല്ലെങ്കിൽ കുറെ കൂടി ധ്യാനാനന്ദകരമായ ഒരു ജീവിത തൽപരയാണെങ്കിൽ നിങ്ങൾ മുമ്പ് നിന്ന ഇടങ്ങളിലേക്ക് തിരികെ ചേക്കേറുകയാണ് വേണ്ടത്. ഇത് രണ്ടുമല്ലാത്ത പോക്ക് അത് ഗുണപരമായി ഭവിക്കില്ല. കാരണം ഇത്തരം പ്രസ്ഥാനങ്ങൾ ചെന്നുപെട്ടത് ദ്രവ്യാഗ്രഹികളും സ്വാർത്ഥരും അധികാരമോഹികളും ഒപ്പം തന്നെ മാനസാന്തര ബോധമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന തരത്തിലെ ചില ആളുകൾ കുപ്പായമൊക്കെ ഇട്ട് അച്ഛൻ വേഷത്തിൽ വന്നവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ വക്കലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു അപകടത്തെ ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഒപ്പം ഡോക്ടർ KPയുടെ വിടവാങ്ങലിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്കുള്ള ഹൃദയംഗമായ ആ ദുഃഖവും അതുപോലെ ആദരവും ബഹുമാനവും ഒക്കെ നൽകുന്നു. നന്ദി, നമസ്കാരം.